അഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. നാം ഒരുമിച്ച് നമ്മുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഇന്ന് രാവിലെയും അല്പസമയം വേർതിരിക്കാൻ പോവുകയാണ്. ഒരു വാക്യം കാണിച്ച് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവശബ്ദം കേട്ട് ചലിക്കുന്ന, ദൈവാത്മാവിനാൽ മുന്നേറുന്ന, ദൈവഹിതപ്രകാരം മുന്നേറുന്ന എല്ലാ വ്യക്തികളുടെ മേലും, എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ വർധനവുകൾ വെളിപ്പെടാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വർധനവുകൾ വെളിപ്പെടാൻ തുടങ്ങും. നാം പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഇസ്രായേൽ മക്കൾ അവരെ ഏറ്റവും അധികം ജനത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. പീഡിപ്പിക്കും തോറും ജനം അങ്ങ് പെരുകാൻ തുടങ്ങി. അവരുടെ നഗരങ്ങൾ, അവരുടെ ഭൂപ്രദേശങ്ങൾ ശക്തമായിട്ട് ജനത്താൽ അങ്ങ് നിറയാൻ തുടങ്ങി. ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. വെറും 70 പേരായിട്ട് മിസ്രൈമിലേക്ക് പോയവർ 400 വർഷം കൊണ്ട് തിരിച്ചു മടങ്ങുന്നത് 30 ലക്ഷം പേരായിട്ടാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നിയോഗം നമ്മുടെ മേലുണ്ടെങ്കിൽ, ദൈവം നമ്മളെ ആഴമായി വർദ്ധിപ്പിക്കുന്നവനും പെരുപ്പിക്കുന്നവനുമായി മാറും. എല്ലാ മേഖലകളിലും ആ വർധന വെളിപ്പെട്ടു വരും. ആ സമയത്താണ് നമുക്കെതിരെ ഏറ്റവും അധികം പ്രതിസന്ധികൾ എഴുന്നേറ്റ് വരുന്നത്. കണ്ടോ, ഇവിടെ രാജകൊട്ടാരത്തിൽ നിന്നുള്ള കൽപ്പനയാൽ സൂതികർമ്മിണികളെ കൽപ്പിച്ചാക്കുകയാണ് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ട കുഞ്ഞുങ്ങളെ കൊന്നില്ല. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. ദൈവിക വളർച്ചയും ദൈവിക വർധനവുകളും നമ്മിൽ വെളിപ്പെടുമ്പോൾ പല വിധത്തിലും പിശാച് നമുക്കെതിരെ പദ്ധതികളും പ്ലാനുകളുമായിട്ട് വെളിപ്പെട്ടു വരും. എന്നാൽ ഈ ഉപവാസത്തിൻ്റെ 29ാമത്തെ രാവിലെ നമുക്ക് ദൈവത്തിൽ ഉറപ്പുള്ളവരായി മാറണം. എത്ര മേഖലകളിൽ കൂടെ പിശാച് ഇറങ്ങി വന്നാലും, എന്തൊക്കെ പദ്ധതികളുമായി വന്നാലും, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമുക്ക് തുണയാണെങ്കിൽ, ദൈവാത്മാവ് നമ്മെ കൊണ്ടുള്ള പദ്ധതികൾ നിവർത്തിക്കുകയും എത്ര വലിയ പ്രതിസന്ധി വന്നാലും, എത്ര വലിയ രൂപത്തിൽ പ്രതിസന്ധി വന്നാലും അതിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നൊരു കർത്താവുണ്ട്. ഈ ഒരു വാക്യം കൊണ്ട് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരാൾ മൈക്ക് ആൻഡ് മ്യൂട്ട് ചെയ്ത് 2 വാക്യം ഒന്ന് വായിച്ചു. 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യമാണ്. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷ പ്രാപിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. നിങ്ങൾ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവാത്മാവിനാൽ വളരാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ സഹായിക്കേണ്ട, നിങ്ങളെ കരുതേണ്ട, നിങ്ങളെ പരിപാലിക്കേണ്ട എല്ലാവരും നിങ്ങളെ കൈവിട്ട് പോകാം. എല്ലാവരും വിടണമെന്നല്ല ഞാനീ പറഞ്ഞു വരുന്നത് കേട്ടോ. പക്ഷേ പൗലോസ് പറയുകയാണ്, കർത്താവോ എനിക്ക് തുണ നിന്നു. എല്ലാവരും നമ്മെ വിട്ട് മാറുന്ന ഒരു ഘട്ടം വന്നാൽ, വരാതിരിക്കട്ടെ, വന്നാൽ ദൈവം നിങ്ങൾക്ക് തുണ നിൽക്കുമെന്ന് മാത്രമല്ല, ദൈവം ആഗ്രഹിച്ച പ്രവൃത്തികൾ നിന്നെ കൊണ്ട് നിവർത്തിക്കുമെന്ന് മാത്രമല്ല, സകല ജാതികളെയും അത് കേൾപ്പിക്കുമെന്ന് മാത്രമല്ല, സിംഹത്തിൻ്റെ വായിൽ നിന്ന് അവൻ നമ്മെ രക്ഷിക്കുന്നവനാണ്. സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നവനാണ്. രാജ്യത്തിൻ്റെ മഹത്വം നിന്റെ മേൽ തുറക്കുന്നവനാണ്. ഞാൻ ഇന്ന് രാവിലെ ഈ ഒരു വാക്യം നിങ്ങളെ ദൈവാത്മാവിനാൽ
ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിന്ന് രാവിലെ നമ്മുടെ കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ കുറേ ദിവസങ്ങളായി ഒരുമിച്ച് രാവിലെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ രാവിലെ പ്രാർത്ഥിക്കാൻ വരുന്ന ഇന്ന് രാവിലെയുള്ള ഈ 60 കുടുംബങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ 60 കുടുംബങ്ങൾ മാത്രമല്ല, പിന്നെ ഇത് യൂട്യൂബിൽ കാണുന്നവരുണ്ട്, കുറച്ച് പേരൊക്കെ യൂട്യൂബിനകത്ത് കയറി കാണുന്നവരുണ്ട്. ആ കുടുംബങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ 60 കുടുംബങ്ങൾ ഞാനൊരു ഓരോ ഗ്രൂപ്പുകളായിട്ട് ആ പേര് പറഞ്ഞ് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് എല്ലാ വിഷയവും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാ കുടുംബങ്ങളുടെയും പേരുകൾ പറഞ്ഞ് അവർ ഏത് നമ്പറിലാണോ ആഡ് ആയിരിക്കുന്നത് ആ പേര് പറഞ്ഞ് നമുക്ക് ആ കുടുംബങ്ങളുടെ വിഷയങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരുമിച്ച് നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. കട്ടപ്പനയിലുള്ള തോമസ് ബ്രദറിൻ്റെ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ തലമുറകളെ കുടുംബമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദേശത്തിന് വലിയ ഉണർവിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മ പല കാഴ്ചകൾ തന്നെ കാണിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഉഷാനെറ്റോ, ആ കുടുംബത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ. തൻ്റെ മകള് നീനു, രണ്ടുപേരും നിരന്തരമായി പ്രാർത്ഥനയിൽ കയറുന്നവരാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷത്തിലുള്ള കരം ആ കുടുംബങ്ങളുടെ മേൽ കർത്താവ് കൽപ്പിക്കേണ്ടവന് അവരുടെ മകൻ ആ കുടുംബത്തിന് മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ വെളിപ്പെട്ട് വരുവാൻ നമുക്ക് ഒരുമിച്ച് കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. അനിത ഷാജി, പ്രിയ അനുമോള് കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിച്ചല്ലോ. ഷാജി ബദറെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. താൻ വിശ്വാസി വാങ്ങിയിട്ടില്ല. പല നിലയിൽ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. നമുക്ക് കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ കുടുംബം, ഈ കുടുംബങ്ങളെല്ലാം, ഞാൻ ഈ പറയുന്ന കുടുംബങ്ങളെല്ലാം പല പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ദൈവാത്മാവ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരം തുറക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സദാശിവ ബദർ, ജയസിസ്റ്റർ, അവരുടെ മകള് സ്വാതി ഇന്ന് ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. നമുക്ക് ആ കുടുംബത്തെ മോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്നേഹയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രാമകൃഷ്ണൻ, ഉഷ സിസ്റ്റർ, രാമകൃഷ്ണൻ ബദറ, ഉഷ സിസ്റ്റർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ മകൻ നിശാന്തനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ തലമുറകളെ കുടുംബമായ ദൈവാത്മാവ് അനുഗ്രഹമാക്കേണ്ടവനായി നമുക്ക് ദൈവത്തോടെ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. അഞ്ചു സിസ്റ്ററെ താൻ പല അനുഭവങ്ങൾ, ആത്മീക അനുഭവങ്ങൾ ദൈവാത്മാവ് തൻ്റെ മേൽ തുറക്കുന്നു. തൻ്റെ മേൽ കർത്താവ് തന്നെ വിളിച്ച വിളിയുടെ ആഴത്തിലേക്ക് തന്നെ നടത്തണതിന് തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോടെ നമുക്ക് സ്തോത്രത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സിന്ധുദാസ് സിസ്റ്റർ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് തൻ്റെ മേൽ ആ കരം അനുകൂലമാക്കണമെന്ന് നമുക്ക് ആ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പറഞ്ഞ ഈ 6 കുടുംബങ്ങൾ, 7 കുടുംബങ്ങളെ 2, 4, 6, 7 കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് നമുക്കെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് 1 മിനിറ്റ് വരെ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. 1 മിനിറ്റ് വരെ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. ഷഖബാനഗദുനബനഗടഗദന, എല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ഷാഫാലബാനദരാരഗടഗദനം. നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് പ്രയർ ലിസ്റ്റായിട്ട് അയച്ചു തന്നിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഞാൻ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ അന്നമാമച്ചിയുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കും. അവർ കടഭാരത്താൽ, ജപ്തിയാൽ ഭാരപ്പെടുന്നുണ്ട്. പ്രിയ ജിഷ സിസ്റ്റർ അവരുടെ പ്രയർ ലിസ്റ്റ് അയച്ചു തന്നതിൽ അവരുടെ വീടിൻ്റെ ജപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അവരുടെ ജോലിപരമായ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ബിൻസി ബൈജു സിസ്റ്റർ കർത്താവിൻ്റെ കൃപയാൽ തന്നെ കർത്താവ് വലിയ പ്രയാസിക്കൂടെ ഒരു മാസങ്ങളായിട്ട് കടന്നു പോവുകയായിരുന്നല്ലോ. കർത്താവരെ വഴികൾ തുറന്ന് വിദേശത്തേക്ക് അയച്ചു. അവരുടെ മക്കൾ വീട്ടിലെല്ലാവരും കർത്താവിനെ അറിയുവാനായിട്ടും കർത്താവിൻ്റെ രാജ്യത്തിൽ കുടുംബമായിട്ട് പ്രയോജനപ്പെടാനായിട്ട് ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് അബിയുടെ സൗഖ്യത്തിനും വിസയ്ക്കുമായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോടെ രാവിലെ പ്രാർത്ഥിക്കാം. കോയമ്പത്തൂരുള്ള സോഫി ആൻറ്റി നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അക്ഷയ മോളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെ MS-ൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഐശ്വര്യയുടെ ഷോൾഡർ പെയിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാജിൻ്റെ സ്കിൻ പെയിന് വേണ്ടി നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഫെക്ഷൻ മാറാൻ പ്രാർത്ഥിക്കാം. സോഫിയാനി ശാരീരികമായിട്ട് വളരെ പ്രയാസത്തിലായിരിക്കുന്നു. 2 മക്കളുടെയും വിവാഹത്തിനായിട്ട്, ഫൈനാൻഷ്യൽ റെസ്റ്റോറേഷനായിട്ട്, ബിസിനസ്സിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ആ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രമീള സിസ്റ്ററുടെ കുടുംബത്തിനെ നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൽ വളരുവാനും തൻ്റെ തലമുറകൾ മക്കൾ വീട്ടുകാർ വിശ്വാസത്തിൽ വരാനും. തനിക്ക് വളരെ കടഭാരമുണ്ട്. 3 ലോണുകളുണ്ട്. ഇളയ മകൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജോലി, വീടിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ല. തനിക്ക് ആരോഗ്യ പ്രയാസങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് തന്നെ ആ വിഷയങ്ങളിൽ സഹായിപ്പാനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. ബീന ബാലഗോപാൽ സിസ്റ്ററെ നമുക്ക് ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ ഭർത്താവിൻ്റെ ജോലിക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മകളുടെ വിവാഹത്തിനായിട്ട്, ജീവിതം സെറ്റിലാകാനായിട്ട്, ഫൈനാൻഷ്യൽ പ്രയാസങ്ങളെ കർത്താവ് എടുത്തു മാറ്റേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹേമ സിസ്റ്റർ നമുക്ക് കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ബിജുപത്ര കുടുംബമായിട്ട് അവർ ശുശ്രൂഷ നിൽക്കുന്ന ഒരു കുടുംബമാണല്ലോ. കർത്താവ് ആ കുടുംബത്തെ സഹായിക്കുവാനും അനുഗ്രഹമാക്കണതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീക വർധനവിനായിട്ട്, വളർച്ചയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് അവരുടെ കണ്ണുകൾ, ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കേണ്ടതിനും ദൈവിക മർമ്മങ്ങൾ, ദൈവിക മിസ്റ്ററികൾ, തിരുവചനത്തിൻ്റെ വെളിപ്പാടിലെ മർമ്മങ്ങൾ ദൈവാത്മാവ് തുറക്കുവാനും ആത്മാവിൽ അങ്ങനെ മുൻപോട്ട് നടക്കുവാനും ഒക്കെ ആയിട്ട് നമുക്ക് ദൈവത്തോട് സ്തോത്രത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് തങ്ങളുടെ ജീവിതം അനുഗ്രഹമാകണതിനായി പ്രാർത്ഥിക്കാം. മോൾ ലിയോണെ ഓർത്തൊക്കെ പ്രാർത്ഥിക്കാം. അവൾക്ക് തക്ക ഒരു ജീവിത പങ്കാളിയെ കർത്താവ് നൽകേണ്ടതിനായിട്ട് അവളുടെ ആ പ്രാർത്ഥനകൾ, ആഗ്രഹങ്ങളെല്ലാം ക്രിസ്തുകേന്ദ്രീകൃതമായി മാറേണ്ടതിനായിട്ട് എല്ലാ മേഖലകളും, ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും കർത്താവിനോട് ചേർന്ന് വളരുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മോൾ ലിനറ്റിക്കായി പ്രാർത്ഥിക്കാം. അവൾ ലോകത്തിൻ്റെ വഴികളൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കർത്താവിൽ അവളുടെ മനസ്സുറപ്പിക്കപ്പെടുവാൻ, പണിയപ്പെടുവാൻ, കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട്, ഈ പറഞ്ഞ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് 1 മിനിറ്റ് നേരമാണ്. നമ്മൾ 61 പേരാണിപ്പോൾ ഉള്ളത്. നമ്മൾ ഈ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പറഞ്ഞ പ്രാർത്ഥന വിഷയമുണ്ട്, പറയാത്ത പ്രാർത്ഥന വിഷയമുണ്ട്. 1 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 1 മണിക്കൂർ നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയാണ്. എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് 1 മിനിറ്റ് നേരം നമുക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഷാഖാബാനാഥനാഥന, ഈ കുടുംബങ്ങളെല്ലാം നമുക്ക് ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. പല അവസ്ഥകളുടെ മണ്ണിലാണ് അവരിയ്ക്കുന്നത്. ദൈവത്തിന്റെ കരവരവിൽ തുറന്നു വരുവാനായിട്ട്, ദൈവം പ്രവർത്തിക്കുന്നതിനായി ഇറങ്ങി വരേണ്ടവനായിട്ട്, ഷാഖാനാഥനാഥനാഥന ശാന്തൽ ദൈവത്തിന്റെ പ്രവൃത്തി കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ, സൗഖ്യമാക്കേണ്ടവരെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കേണ്ടവരെ വിടുവിക്കുവാൻ, വഴികൾ തുറക്കേണ്ടവരെ വഴികൾ തുറക്കുവാൻ, കുഞ്ഞുങ്ങളെ കർത്താവ് പ്രത്യേകമായി ദൈവിക സംരക്ഷണത്തിനകത്ത് മറയ്ക്കുവാൻ, കടഭാരങ്ങളെ കർത്താവ് എടുത്തു മാറ്റുവാൻ, ധീരപ്രോഷവനഘടകനാഥനം വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ടായിരുന്ന പൂരിപ്പിച്ച ഫോമുകളുടെ അകത്തുള്ള പ്രാർത്ഥന വിഷയമാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. അതിനുശേഷം നമുക്ക് മറ്റു കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം.
നമ്മുടെ ഡേവിസ് ബുദ്ധൻ്റെ മകൾ ആര്യ റോസ് പ്രിയ മോളെ അയച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം അവരുടെ പെർമനൻ്റ് ആയിട്ടുള്ള അവരുടെ റെസിഡൻസിയുടെ ആപ്ലിക്കേഷൻ അത് ദൈവാത്മാവതിനകത്ത് അവർക്കത് നൽകേണ്ടവനായി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേർക്കും ദൈവാത്മാവ് ജോലി നൽകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് കാനഡയിലെ ഫാർമസിയുടെ ലൈസൻസ് കിട്ടേണ്ടതിനായിട്ട് കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പല വേദനകളുടെ നടുവിലൂടെ അവർ നടക്കുകയായിരുന്നു. കർത്താവ് അവരെ പൂർണ്ണമായിട്ട് പണിയേണ്ടതിനായിട്ടും വളർത്തേണ്ടതിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗേളി സിസ്റ്റർക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആര്യ തൻ്റെ കുടുംബം കൊച്ചിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗേളി സിസ്റ്റർ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ മകനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. താൻ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാൽ അലോയിസ് പരിശുദ്ധാത്മാവിനെ തൻ്റെ മേൽ ദൈവാത്മ പകരുവേണ്ടതിന്, മകൾ അലീന ക്രിസ്തുവിൽ വളരേണ്ടതിന്, ഭർത്താവ് മടങ്ങി വരേണ്ടതിനായിട്ട്, കർത്താവിൽ പണിയപ്പെടേണ്ടതിനായിട്ട് നമുക്ക് കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡാളി സിസ്റ്ററെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തൻ്റെ അമ്മ, ഭർത്താവ്, മകൻ, എല്ലാ ബന്ധുക്കളും കർത്താവിൽ സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവിക നിയോഗത്തിൽ ജീവിതം ജീവിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ പൂർണ്ണ സൗഖ്യത്തിനായിട്ടും ഭർത്താവ് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പിക്കാൻ സമാധാനപരമായ ഒരു ജീവിതം കർത്താവ് നൽകേണ്ടതിനായിട്ട് നമുക്ക് തൻ്റെ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്തോത്രത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ബോബി ബിജുപത്രനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ഭർത്താവ് ബിജു മാത്യു രക്ഷിക്കപ്പെടുവാനും ക്രിസ്തുവിൽ കുടുംബമായിട്ട് അവർ വളരുവാനും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ആ കുടുംബത്തെ കർത്താവ് ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോടെ നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. സിസ്റ്റർ പ്രിയങ്ക തൻ്റെ ഭർത്താവ് നകുലിൻ്റെ വിടുതലിനായിട്ട് നമുക്ക് നകുലിൻ്റെ രക്ഷയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മകൻ ഹാനോക്ക് തൻ്റെ ആത്മീക വളർച്ചയ്ക്കായിട്ട്, തൻ്റെ കരിയറിനായിട്ട്, തൻ്റെ മാതാപിതാക്കളുടെ ഹെൽത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സാബ് ബ്രദറെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മകളുടെ പഠിത്തവും വിവാഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കടഭാരത്താൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് കുടുംബത്തിന് സമാധാനം നൽകുവാനും ആത്മീകമായി വളരുവാനും കർത്താവ് ആ കുടുംബത്തെ സഹായിപ്പാനായിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ചേർന്ന് മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് അടുത്ത 1 മിനിറ്റ് വരെ നമുക്ക് ഈ കുടുംബങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഷാഭ ലഭപ്രൗഷവന രാഖനാദന ശക്തുരാധനാദന പ്രൗഷവന ഘടകദനാദന അൽഖദനാദിന പ്രൗഢവന ഘടകദന ശതൽ പ്രൗഢവന ഘടകദനാദനാന ഘടകദന വൈശ പ്രൗഢവന ഘടകദന കർത്താവേ, ഞങ്ങളെ കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഷാ ലഭാന ജാദല നിരപ്രൗഷവന ഹംദൽ പ്രൗഢവന ഘടകദന വേദ പ്രൗഢവന ഘടകദനം. ഓരോ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുവാൻ, ഓരോ കുടുംബങ്ങളും ദൈവത്തിൽ അനുഗ്രഹമായി മാറേണ്ടവന് അവരുടെ വിഷയങ്ങളുടെ മേൽ എല്ലാം കർത്താവിന്റെ കരം തുറക്കുവാൻ ലാഭന ജബാന ഹൽക്കദനെ റിബപ്രൗഷവന ഹംദൽ പ്രൗഢവന ഘടകദനം. നമുക്ക് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭാവർഗീയ സിസ്റ്ററെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തൻ്റെ മകൻ ജോഷുവയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോഷുവ, കെസിയ, അലക്സ് ഇവർ കർത്താവിലേക്ക് തിരിയേണ്ടതിനായിട്ടും അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി കർത്താവിലേക്ക് നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് മകൻ ജോഷുവയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വലിയ വിടുതൽ കർത്താവ് കുഞ്ഞിനെ നൽകിയേ മതിയാകുകയുള്ളൂ. നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതാണെങ്കിലും നേരത്തെ ഞാൻ ഈ മെയിൽ ലിസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. 5 സിസ്റ്ററുടെ ആത്മീക വളർച്ചയ്ക്കായിട്ട് ദൈവത്തിൻ്റെ പ്ലാനുകൾ, ദൈവജ്ഞാനത്തിൽ വളരുവാൻ കർത്താവ് തന്നെ സഹായിക്കേണ്ടതിനായിട്ട്, തൻ്റെ മാതാവിൻ്റെ വിടുതലിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. ദൈവിക റെസ്റ്റ്, സ്വസ്ഥത എബ്രായ ലേഖനം 4-ാം അധ്യായ പ്രകാരമുള്ള തൻ്റെ മേൽ കർത്താവ് തുറക്കുവാൻ നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രിയ ഷിജു ബ്രദർ സൗദി അറേബ്യയുടെ ഉണർവിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. രൂഫോസ് എൻ്റെ കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് ദൈവാത്മാവരെ അനുഗ്രഹമാക്കണവനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ കെസിയ പ്രകാം നമുക്ക് തന്നെ ഓർത്ത് പ്രാർത്ഥിക്കാം. തൻ്റെ ആത്മീയ വളർച്ചയ്ക്കായിട്ടും തനിക്ക് PGക്ക് MDSന് സീറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തന്നെ ആ നിലയിൽ സഹായിക്കുകയും വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ മിനി സാം തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ ഭർത്താവ് സാമ്പ്രതനായിട്ട്, മകൻ ഏബലിനായിട്ട്, അവരുടെ സാൽവേഷനായിട്ട്, രക്ഷയ്ക്കായിട്ട്, തൻ്റെ സഹോദര കുടുംബം അവർ ഹിന്ദു കുടുംബമാണ്. കർത്താവരെല്ലാം കർത്താവിലേക്ക് തിരിക്കേണ്ടവനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ജാനറ്റ് തൻ്റെ ഭർത്താവ് സോവിൻ കർത്താവിലേക്ക് തിരിയേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തും തനിക്ക് പേയ്മെൻറ്റുകൾ കിട്ടാനോട് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. തടസ്സം മാറി കർത്താവ് ആ വിഷയത്തിന്മേൽ കർത്താവിൻ്റെ കരം അനുകൂലമാക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. സുനിത സിസ്റ്റർ തൻ്റെ വീടിൻ്റെ ലോൺ അടയ്ക്കാനായിട്ട് തൻ്റെ പേര് താൻ വാങ്ങിയ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ലഭിക്കേണ്ടതിന് അനിയൻ്റെ ഭാര്യ പ്രശ്നമുണ്ടാക്കുന്ന കർത്താവ് വിഷയത്തിന്മേൽ പ്രവർത്തിക്കേണ്ടതിനായിട്ട് ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങളായിട്ട് നമുക്ക് പല വിഷയങ്ങളാണല്ലോ ദൈവമക്കൾ ആവശ്യപ്പെട്ടുള്ളത്. എല്ലാവരുമായി കൺമുട്ടി ഒരു മിനിറ്റ് വരെ പ്രാർത്ഥിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യയുടെ ഉണർവിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ കുടുംബങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരുവാനായിട്ട്, ദൈവിക റെസ്റ്റുകൾ ദൈവാത്മ നൽകേണ്ടതിനായിട്ട്, ജപ്തി കർത്താവ് എടുത്തു മാറ്റുന്നതിനായിട്ട്, നടക്കപ്പെടേണ്ട കൈമാറ്റപ്പെടേണ്ട രേഖകൾ കർത്താവ് കൈമാറ്റം ചെയ്യേണ്ടതിനായിട്ട് ലാഭ റബാന ഹത്തുരാബനാര ഘടക പ്രൗഢമന ഘടകനാരക നമ്മളെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരും ഇരുന്ന് ഉറങ്ങരുത് കേട്ടോ. മൈക്ക് മ്യൂട്ട് ചെയ്യാതെ അൺമ്യൂട്ട് ചെയ്യാതെ ഇരുന്ന് ഉറങ്ങരുത്. നമ്മുടെ കുടുംബങ്ങളുടെ മേൽ നമ്മളല്ലാതെ പിന്നെ ആരാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ആത്മാവിലുള്ള അന്യഭാഷയുള്ള പ്രാർത്ഥനയിലൂടെ ഓരോ തലങ്ങളെ ദൈവാത്മാവിനാൽ അതിജീവിച്ച് ദൈവിക സിംഹാസനത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുന്ന വെളിപ്പാട് ദൈവാത്മാവകത്ത് തുറക്കാനായിട്ട് നാം പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മളെ കർത്താവ് ഇരുത്തിയിരിക്കുന്നത് സ്വർഗസ്ഥലങ്ങളിലാണ്, അവൻ്റെ അകത്താണ്, അധികാരത്തിലാണ്. അപ്പോൾ ആ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമക്കൾ നമ്മോട് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ, നമ്മുടെ വിഷയങ്ങൾ നമ്മൾ തന്നെയല്ലേ പറയാനുള്ളത്. ഫെയ്ത്തിനകത്ത് വളർന്നവർക്ക് അവരുടെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല ദൈവാത്മാവ് പ്രവർത്തിക്കുമെന്ന് അവരുടെ അകത്ത് വിശ്വാസമുണ്ട്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ജീവൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പ്രവർത്തിക്കുന്ന കർത്താവുണ്ട്. എന്നാൽ നമ്മൾ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ കുടുംബങ്ങളുടെ വിഷയങ്ങളെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മൾ പറയുന്ന വാക്കുകൾ ദൈവം പ്രവർത്തിക്കും കേട്ടോ. ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെട്ടു വരും. ഞാൻ ഇന്നലെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ യാത്രാവേളകളിലൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളുടെ നിവർത്തി എന്ന വണ്ണം ദേശത്തിൻ്റെ മേൽ ദൈവാത്മാവ് പൈശാചിക ആസ്ഥാനങ്ങളെ തകർക്കുകയും അവൻ്റെ ആധിപത്യങ്ങളെ പൊളിക്കുകയും ദൈവത്തിൻ്റെ ഹിതം ദൈവാത്മാവ് തുറക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് എല്ലാവരും കുടുംബങ്ങളുടെ പേര് പറയുമ്പോൾ നമുക്ക് എല്ലാ വിഷയവും അറിയില്ലെങ്കിൽ ആ കുടുംബത്തെയൊക്കെ ഇത് ബ്ലെസ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ പറയുമ്പോഴും നിങ്ങൾക്കത് ചെയ്യാം കേട്ടോ. ഓക്കെ. റീന പോൾ കർത്താവിൻ്റെ ദാസിക്ക് എന്നൊക്കെ പ്രാർത്ഥിക്കാം. തൻ്റെ ഭർത്താവ് ബെന്നിപത്തനായിട്ട് എന്നൊക്കെ പ്രാർത്ഥിക്കാം. താൻ ബ്രെയിൻ ഡിസീസിനാൽ ഭാരപ്പെടുകയാണ്. നമുക്ക് തന്നെ PSP എന്ന് പറയുന്ന ഡിസീസിനാൽ ഭാരപ്പെടുകയാണ്. തൻ്റെ സഹോദരൻ റാഫേൽ ഫ്രാൻസിസ് താൻ സൈക്കാട്രിക് ഇഷ്യൂവാൽ ഭാരപ്പെടുന്നു. തൻ്റെ മകന് ആൻ്റണി ആൻഡ് ഫ്രാൻസിസ് മക്കള് വിശ്വാസത്തിൽ അല്പം പുറകിലേക്ക് നിൽക്കുകയാണ്. അവരുടെ മാതാവ് തൻ്റെ മകനെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെയുള്ള ഓർത്ത വിഷമത്തിൽ ഭാരപ്പെടുകയാണ്. നമുക്ക് ആ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. റീന സിസ്റ്റർ തൻ്റെ
റീന ജോർജ്, തൻ്റെ ഭർത്താവ് ജോൺ മത്തായിയുടെ സാൽവേഷനായി കുടുംബമായിട്ട് ദൈവാത്മാവ് അവരെ ആത്മാവിൽ വളർത്തേണ്ടവനായിട്ട് നമുക്ക് കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നിഷ ബിജു സിസ്റ്റർ കുടുംബമായിട്ട് ദൈവത്തെ അറിയുവാനായിട്ടും സത്യം എല്ലാവരും അറിയേണ്ടതിനായിട്ടും തന്നെ ഇപ്പോൾ കർത്താവ് നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വീട്ടിൽ ദൈവാത്മാവിനാലുള്ള പ്രത്യേക അന്തരീക്ഷം ദൈവാത്മ തുറക്കേണ്ടതിന് മക്കളെ 3 പേരെയും ദൈവാത്മാവ് അവരുടെ വിദ്യാഭ്യാസത്തിൽ കർത്താവിൻ്റെ കരമുണ്ടായിരിക്കേണ്ടതിന് അവർക്ക് പ്രത്യേകിച്ച് അഭിയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ എല്ലാം ഭാവി അനുഗ്രഹമാകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഡെയ്സി ഡേവിഡിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തൻ്റെ മക്കളുടെ ആത്മീക വളർച്ചയ്ക്കായിട്ട്, പ്രത്യേകിച്ച് മകളുടെ വിവാഹത്തിനായിട്ട്, മകൻ്റെ വിദ്യാഭ്യാസത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. റീത്ത സിസ്റ്റർ കോട്ടയം തൻ്റെ മകള് സ്നേഹയ്ക്കായിട്ട്, മകൻ തോമസിൻ്റെ കുടുംബത്തിൽ കർത്താവ് ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ തുറക്കുവാനായിട്ടും അവരെ കർത്താവ് അടുത്തൊരു സീസൺ അവർക്ക് തുറന്നു കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മകളുടെ വിവാഹത്തിനായിട്ട് നമ്മൾ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. തൻ്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ സമയത്ത്, പെർഫെക്റ്റ് സമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഷൈനി തോമസിനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താൻ രോഗത്താൽ ഭാരപ്പെടുന്ന കർത്താവിൻ്റെ പൂർണ്ണമായ കരം തന്നിൽ വെളിപ്പെടുവാനായിട്ട്, ഒരു അത്ഭുതകരമായ സൗഖ്യം എന്നിൽ വെളിപ്പെടുവാനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലിറ്റി ദാനിയലിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ വിവാഹം കർത്താവ് ഈ വർഷം നടക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സൂസൻ വിജു തോമസ് കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവിൻ്റെ കർത്താവ് ദൈവരാജ്യത്തിൻ്റെ മഹിമയാൽ, മഹത്വത്താൽ കർത്താവ് അവരുടെ വിഷയങ്ങളിലെല്ലാം പ്രവർത്തിപ്പാൻ നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ 3 മക്കൾ ഷാരോൺ, ഷെറിൽ അവരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുകേന്ദ്രീകൃതമായി വളരുവാനും എല്ലാവിധ നന്മകളാലും അവരെ നിറയ്ക്കുവാനും കർത്താവ് അതത് സമയത്ത് കർത്താവർക്ക് ആവശ്യമായ വളർച്ചകളും എല്ലാം നൽകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡേവിസ് ബ്രദറിൻ്റെ മകളാണ് ഷെറി ഡേവിസ്. തൻ്റെ ഭർത്താവ് സിംജോയുടെ ജോലിക്കായിട്ട്, 2 പേരുടെയും ജോലിക്കായിട്ട് സിംജോയുടെ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ജോലിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇൻറ്റേൺഷിപ്പ് അവർക്ക് കിട്ടേണ്ടതിനായിട്ട് ഈ മെയ് മാസത്തിൽ കർത്താവ് അത് മെയ് മാസത്തിനകം ദൈവാത്മാവ് നൽകേണ്ടവനായിട്ടും അവിടെ താമസിക്കേണ്ടവന് ആവശ്യമായ കൃപ കർത്താവ് നൽകേണ്ടവനായിട്ട്, തൻ്റെ തൈറോയ്ഡ് രോഗത്തെ കർത്താവ്, ഹെൽത്ത് ഇഷ്യൂകളെ കർത്താവ് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റണമെന്നും കർത്താവ് തനിക്ക് തലമുറകളെ നൽകേണ്ടവനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ആനി തൻ്റെ മുഴു കുടുംബത്തെ ദൈവാത്മാവ് ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയ്ക്കേണ്ടവനായിട്ടും ദൈവശക്തിയാൽ നിറയ്ക്കേണ്ടവനായിട്ടും ദൈവത്തിലേക്ക് തിരിക്കേണ്ടവനായിട്ടും നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂണിയുടെ വിടുതലിനായിട്ട് ഗ്രേസി സിസ്റ്റർ മാത്യൂസ് ബ്രദറിൻ്റെ സാൽവേഷനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പറഞ്ഞ ഈ കുടുംബങ്ങളെല്ലാം ഓർത്തുകൊണ്ട് 1 മിനിറ്റ് വരെ എല്ലാം മൈക്കോൺ വിട്ട് പ്രാർത്ഥിച്ച് കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്ത കർത്താവിന്റെ കരം തുറന്നു വരുവാൻ, ദൈവപ്രവർത്തിയുടെ കരം തുറന്നു വരുവാൻ, ദൈവാത്മാവിന്റെ കരം തുറന്നു വരുവാൻ, വേദപ്രൗഢപന ഘടകദനം നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ലിങ്ക്, നമ്മൾ പ്രാർത്ഥന ടോപ്പിക് എഴുതാനായിട്ടുള്ള പ്രയർ ലിങ്ക് നമ്മുടെ ബൈബിൾ കോളേജ് ഗ്രൂപ്പിലും ചർച്ച് ഗ്രൂപ്പിലും ഞാൻ ഇട്ടിരുന്നു. ഈ 2 ഗ്രൂപ്പുകളിൽ നിങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ചില ഗ്രൂപ്പുകളാണുള്ളത്. നമ്മുടെ ശാലോമിനുള്ള ബന്ധത്തിൽ 5-6 ഗ്രൂപ്പുണ്ട്. അതിനകത്തൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആ ലിങ്ക് കിട്ടിയിട്ടുണ്ടാകില്ല. ലിങ്ക് കിട്ടാത്തവർ ലിങ്ക് ഞാൻ വീണ്ടും ഇന്ന് ഗ്രൂപ്പിനകത്തിടാം. നമുക്ക് ഈ ഉപവാസത്തിൻ്റെ സമാപന കുറച്ച് ദിവസങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഇതിനിടയിൽ 2-3 പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ കുടുംബങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം.
അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അങ്ങനെ ഇടാത്തവരുണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് അത് നിങ്ങളുടെ ലിങ്ക് ഒന്നുകൂടെ ഞാൻ ഇടാം. നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ലിങ്ക് ഇടുന്നത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്കത് സാവകാശം ഉളവാക്കുന്നതാണ്. ദൈവമക്കൾ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ സ്തോത്രത്തോടെ പറയുന്നത് ദൈവത്തിൻ്റെ കരം പൂർണ്ണമായിട്ട് നമ്മുടെ മേൽ ചലിക്കുവാൻ അത് ദൈവത്തിൻ്റെ കരം പൂർണ്ണമായി നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുവാൻ ഒരു മുഖാന്തരം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങൾക്ക് എഴുതിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകൾ അത് ഇടാനായിട്ടുള്ള സാവകാശമുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇനി ഗ്രൂപ്പുകളിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഗ്രൂപ്പുകളാണെങ്കിൽ ഞാൻ എപ്പോഴും പൂർണ്ണമായിട്ട് ഏത് നേരം ശ്രദ്ധിക്കുന്നത് ഈ 2 ഗ്രൂപ്പുകളാണ്. ബൈബിൾ കോളേജ് ഗ്രൂപ്പും ചർച്ച് ഗ്രൂപ്പുമാണ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഗ്രൂപ്പുകൾ. പെട്ടെന്ന് അതിനകത്ത് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വേഗം ശ്രദ്ധിക്കാറുണ്ട്. മറ്റു ഗ്രൂപ്പുകൾ കുറേ ഗ്രൂപ്പുകളുണ്ട്. അപ്പം മറ്റു ഗ്രൂപ്പുകളുള്ളവർ ഈ ഗ്രൂപ്പിലേക്ക് ചേരുന്നത് ഈ ഗ്രൂപ്പിലേക്ക് ആഡാകുന്ന നല്ലതാണ്. ഗ്രൂപ്പിൽ ആഡാകാത്തതുകൊണ്ട് ഞാനിപ്പം ചാറ്റ് റൂമിനകത്ത് ബൈബിൾ കോളേജ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഓക്കെ, ഇനി പ്രെയറിൻ്റെ ടോപ്പിക്ക് നമ്മൾ ഇത് കഴിയുമ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ പ്രെയർ ടോപ്പിക്ക് ഇടാവുന്ന ലിങ്ക് ഒന്നുകൂടി നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇടാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ചാറ്റ് റൂമിനകത്ത് ഇടുക. ഈ ലിസ്റ്റിനകത്തുള്ള 47 കുടുംബങ്ങളിൽ 35ാമത്തെ കുടുംബത്തിൻ്റെ പേരാണ് നമ്മളിപ്പോൾ 34 ഇപ്പോൾ പറഞ്ഞത്. ബാക്കിയുള്ള കൂടെ പറഞ്ഞ സമയാനുസരണം നമുക്ക് ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശാൽ ബ്രദറിനായി നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. വിശാൽ ബ്രദർ തൻ്റെ ഭവനത്തിൻ്റെ തൻ്റെ വസ്തുവിൻ്റെ വിൽപ്പനയ്ക്കായിട്ട് തനിക്കൊരു ജോലി കർത്താവ് നൽകേണ്ടതിനായിട്ട് തൻ്റെ വിവാഹത്തിനായിട്ട് തനിക്കൊരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നൽകുക, തൻ്റെ മാതാവിൻ്റെ ആരോഗ്യത്തിനായിട്ട് തൻ്റെ ബന്ധുക്കളിലുള്ള അവിശ്വാസികളായവർ കർത്താവിലേക്ക് തിരിയണവനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രേസി തോമസ് ടീച്ചറെ നമുക്ക് കുടുംബമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മിഥുൻ ജോൺ തൻ്റെ മകൻ കുടുംബം 2 മക്കളെയും കുടുംബമായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ ഒരു വസ്തുവിൻ്റെ വിൽപ്പനയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വടക്കൻ ജില്ലയിൽ വസ്തു വിൽപ്പനയ്ക്കായിട്ട് ഇട്ടിരിക്കുന്നു. തൻ്റെ പ്രത്യേകിച്ച് ഗ്രേസി ടീച്ചർ പല കാഴ്ചകൾ ദൈവാത്മാവിനാൽ കണ്ടിട്ടുള്ളൊരു ദൈവദാസിയാണ്. തനിക്ക് ശാരീരികമായിട്ട് അല്പമായ പ്രയാസങ്ങൾ തനിക്കുണ്ട്. നടക്കുവാനൊക്കെ ബുദ്ധിമുട്ട് തൻ്റെ കാലിനുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വീണു. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്തോത്രത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സിസ്റ്റർ സോണിയ പോൾ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ ഫൈനാൻഷ്യൽ വിഷയങ്ങളുമേൽ കർത്താവിൻ്റെ കരം വെളിപ്പെടുവാൻ, തൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിനായിട്ടും കുഞ്ഞുങ്ങൾ ബീക്കൺ ആൻഡ് അബിഗയിൽ കുഞ്ഞുങ്ങളെ കർത്താവ് രക്ഷയിലേക്ക് നടത്തേണ്ടതിനും ആത്മീകമായി വളർത്തേണ്ടതിനുമായിട്ട് നമുക്ക് ദൈവത്തോട് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. 2 കുഞ്ഞുങ്ങൾ അവര് വിശ്വാസത്തിലാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ, എഴുതിയിരിക്കുന്ന മൈ ഹസ്ബൻഡ് സാൽവേഷൻ ആൻഡ് ചിൽഡ്രൻസ് എഴുതിയോണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. കുഞ്ഞുങ്ങളെ രണ്ടുപേരും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ അനുഗ്രഹമാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. ഷീല ഈ പരിശുദ്ധക്കായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. തൻ്റെ മകൻ ജിതിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. തന്നെ ഡിപ്രഷൻ്റെ അടിമപ്പെട്ടു പോകുന്നു. കർത്താവ് തന്നെ പൂർണ്ണമായിട്ട് വിടുവിക്കേണ്ടതിന് തൻ്റെ ജോലി നഷ്ടപ്പെട്ടു. തൻ്റെ 8 മാസമായിട്ട് ജോലിയില്ലാതെ താൻ ഭാരപ്പെടുകയാണ്. കർത്താവ് തനിക്കൊരു ജോലി നൽകേണ്ടതിനായിട്ട് തൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് തന്നെ മടക്കി വരുത്തേണ്ടതിനായിട്ട് തൻ്റെ ആത്മീക വളർച്ചയ്ക്കായിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു മടക്കേണ്ടതിനായിട്ട് ദൈവാത്മ തന്നെ ബലപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സുധാ തോമസ് സിസ്റ്റർക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ ആത്മീക വളർച്ചയ്ക്കായിട്ട് തൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരുടെ ജീവിതത്തിൽ കുടുംബപരമായിട്ട് താൻ അനുഭവിക്കുന്ന എല്ലാ ജനറേഷണൽ പരമായിട്ടുള്ള പിതാക്കന്മാരിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവ് അറുത്തുമാറ്റി കർത്താവ് കുഞ്ഞുങ്ങളെയും തന്നെയും കുടുംബത്തെയും വളർത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ മക്കളെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കാം. മക്കൾക്ക് എല്ലാ ഉത്കണ്ഠകളെയും ഭാരങ്ങളെയും ഒക്കെ ദൈവാത്മ വിടുവിച്ചവരെ ദൈവോന്മുഖമായി വളർത്തുകയും സഹായിക്കുകയും കരുതുകയും ചെയ്യണമെന്നായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
ഷീബ സിസ്റ്റർ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഷീബ മാത്യു തൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. മക്കൾ പോള്, തിമോത്തി, അവരുടെ ആത്മീക വളർച്ചയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. രചന ഫിലിപ്പ് സിസ്റ്റർക്കായിട്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. തൻ്റെ അഭിഷേകത്താൽ തന്നെ ദൈവാത്മ നിറയ്ക്കേണ്ടതിനായിട്ട് ഒരു പുതിയ ജോലി കർത്താവ് നൽകേണ്ടതിനായിട്ട്, പഴയ ജോലി തനിക്ക് നഷ്ടപ്പെട്ട് കർത്താവ് പുതിയൊരു ജോലി കർത്താവ് തനിക്ക് നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സുനിത സിസ്റ്റർക്കായി പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബത്തിനായിട്ട് സുദീപ് തൻ്റെ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞതാണ്, തനിക്ക് ജോലി കിട്ടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. RCM എന്ന ഒരു ചെറിയ ബിസിനസ് അവൻ പ്രിയ മകൻ ചെയ്യുന്നുണ്ട്. അതിന് ദൈവാത്മാവ് അടുത്ത അനുഗ്രഹത്തിൻ്റെ തലങ്ങൾ തുറക്കണമെന്നായി നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, തൻ്റെ ദേശത്തുള്ള ബന്ധത്തിൽ ഒരു ഉണർവിനായിട്ട് താൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. തൻ്റെ സഹോദരന് തനിക്ക് വേണ്ടി തൻ്റെ സഹോദര കുടുംബങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോണ്ട് നമുക്ക് സ്തോത്രത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. റീന ആൻ്റണി സിസ്റ്റർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ഭർത്താവിൻ്റെ രക്ഷയ്ക്കായിട്ട്, തൻ്റെ മക്കൾ ആൽബിൻ ആൻ്റണിയുടെ ക്രിസ്തുവിൽ വേരൂന്നി വളരേണ്ടവനായിട്ട് രക്ഷയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏഞ്ചലീന ആൻ്റണിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ വളരേണ്ടവനായിട്ടും ദൈവിക ലക്ഷ്യത്തിലേക്ക് ദൈവം തന്നെ നടത്തേണ്ടവനായിട്ട് നമുക്ക് ദൈവത്തോട് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. സിസ്റ്ററുടെ ആത്മീക വളർച്ചയ്ക്കായിട്ടും കൂടുതൽ ക്രിസ്തുവിൽ വളരുവാനായിട്ടും ആരോഗ്യത്തിനായിട്ടും കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പഠനം എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് 1 മിനിറ്റ് നേരം ഈ പറഞ്ഞ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടിവാന പ്രാർത്ഥന വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ കുടുംബങ്ങളെല്ലാം ഓർത്തുകൊണ്ട് 1 മിനിറ്റ് പേര് എല്ലാവരും സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചാണ്. ജീവൽ പ്രൗഷവന ഹദുരബന ഘടകദനാരകടക പ്രൗഷവന ഘടകദനം ലാബൽ പ്രൗഷസ് കലാബിര പ്രൗഢവന ഘടകദനം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഗ്രൂപ്പിനകത്ത് ലിങ്കിനകത്ത് ഇടാത്തവർ ഇപ്പോൾ ഈ നമ്മുടെ മൊബൈലിലുള്ള സൂമിനകത്തുള്ള ചാറ്റ് റൂമിനകത്തിട്ട് നമുക്ക് അതും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. തോമസ് ബാബു ബ്രദർ കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. താൻ ശാരീരികമായിട്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. പൂർണ്ണ ആരോഗ്യം കർത്താവ് തനിക്ക് നൽകേണ്ടതിനായിട്ട്, തൻ്റെ ശരീരത്തെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കേണ്ടതിന്, തനിക്ക് ഓർമ്മ കൊടുക്കേണ്ടതിന്, ആരോഗ്യം നൽകേണ്ടതിനായിട്ട്, 2 മക്കളുടെ വിവാഹം, അവരുടെ ഭാവി എല്ലാം അനുഗ്രഹമാക്കേണ്ടതിനായിട്ട് നമുക്ക് കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സ്തോത്രത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മകൻ ജോജു തോമസിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മീക വളർച്ചയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. തക്ക തുണയെ കർത്താവ് നൽകേണ്ടവനായിട്ട്, കുടുംബമായിട്ട് താൻ സഹകരിക്കേണ്ടതിന്, മകള് ജോന തോമസിന് വേണ്ടി കർത്താവ് തക്ക പങ്കാളിയെ നൽകേണ്ടതിന്, പുതിയൊരു ജോലി നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. തോമസ് ബാബു കർത്താവിൻ്റെ സ്ഥലത്തിൽ പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം ഇരിക്കേണ്ടവനായിട്ട്, തൻ്റെ ചിന്തകളെ ഏകീകരിപ്പാൻ കർത്താവിനെ സഹായിക്കേണ്ടവനായിട്ട്, ആത്മീക വളർച്ചയ്ക്കായിട്ട്, മക്കളുടെ ആത്മീക വർധനവനായിട്ട് ഒക്കെ നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ അജ്മോൻ അബ്രഹാമാണ്. തൻ്റെ ആത്മീക വളർച്ചയ്ക്കായിട്ടും ജോലിക്കായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും പ്രാർത്ഥന വിഷയങ്ങളാണ് ഗ്രൂപ്പിനകത്ത് നമുക്ക് പ്രയർ റിക്വസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് സൂമിനകത്ത് ചാറ്റ് റൂമിനകത്ത് ഇട്ടിരിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങളും കൂടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോൺസൺ ജോസഫ് ബ്രദറായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡയാനയുടെ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബത്തെ, തൻ്റെ തലമുറകളെ ഒക്കെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ മാതാവിൻ്റെ കാലിലെ മുറിവ് ഉണങ്ങേണ്ടതിനും, ഇവാന് 10ാം ക്ലാസ്സിൽ നല്ലൊരു റിസൾട്ട് കൊടുക്കുവാനായിട്ടും, വിവിയൻ തൻ്റെ ഭർത്താവ് വിവിയൻ ബ്രദർ
രക്ഷിക്കപ്പെടുവാനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗേളി സിസ്റ്ററുടെ 4-ാം തീയതി നീറ്റ് എക്സാമാണ് കുഞ്ഞുങ്ങൾക്ക്. അതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സോജി ബ്രദറെ സിസ്റ്ററെ കുടുംബമായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ഡെൽഫി സിസ്റ്ററെ കുടുംബമായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന്മേൽ കർത്താവിൻ്റെ കരം തുറന്നു വരുവാൻ നമുക്ക് ദൈവത്തോട് സ്തോത്രത്തോട് പ്രാർത്ഥിക്കാം. മക്കളെ രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹമാക്കണവനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ നിർമ്മല ആൻറ്റി തൻ്റെ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ മകൻ്റെ വിവാഹ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. കർത്താവ് വിഷയത്തിൽ കർത്താവിൻ്റെ കരം അനുകൂലമാക്കേണ്ടവനായിട്ടും കുടുംബമായിട്ട് ദൈവത്താൽ ഒരു പ്രയോജനമാക്കേണ്ടവനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി ബ്രൈറ്റി തൻ്റെ ജോലിക്കായിട്ട് വളരെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് വിഷയത്തിൽ കർത്താവ് അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി കർത്താവ് തുറക്കേണ്ടവനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മിനി സിസ്റ്റർ മിനി ബാബു തൻ്റെ ജീവിത പങ്കാളിയും ബാബു സുഹരൻ ശാരീരികമായി അസ്വസ്ഥയിൽ കിടപ്പിലാണ്. പൂർണ്ണമായിട്ട് തനിക്ക് സൗഖ്യം ദൈവാത്മാവ് നൽകേണ്ടതിനായിട്ട് തന്നെ കുടുംബമായിട്ട് കർത്താവ് തൻ്റെ മക്കൾ 2 കുടുംബങ്ങളെയും കർത്താവ് ഒരു അനുഗ്രഹമാക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ജോഫി സെബിൻ ജോഫി ബ്രദറിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോഫി സിസ്റ്റർ സെബിൻ ബ്രദറിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അബിയേൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവർ സ്വീഡനിലാണ്. ലിൻഡ പറഞ്ഞിട്ടാണ് അവർ പ്രാർത്ഥനയ്ക്ക് കയറിയിട്ടുള്ളത്. അവർ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് ഭൂപ്രദേശത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദേശത്തിന്മേൽ കർത്താവിൻ്റെ കരം സ്പർശനീയമായി വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉപ്സല സ്ഥലത്തിൻ്റെ പേരാണെന്ന് തോന്നുന്നു അല്ലേ. അവർ ദൈവത്തെ സേവിക്കുവാൻ കർത്താവർക്ക് കൃപ നൽകേണ്ടവനായിട്ട് നമുക്ക് ആ ദേശത്ത് കർത്താവ് ഒരു ഉണർവയക്കേണ്ടവനായിട്ട് ദൈവശബ്ദം കേട്ട് ദൈവാത്മാവിനാൽ മുന്നേറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവർക്കൊരു ജോലിയില്ല. കർത്താവ് അവരുടെ വിസ ഓഗസ്റ്റ് എക്സ്പയർ ആകുന്നു. അതിനു മുമ്പ് കർത്താവ് ആവശ്യമായ വർക്ക് പെർമിറ്റ് വിസ നൽകുവാനായിട്ട് ദൈവപ്രവർത്തികൾ അവിടെ വെളിപ്പെട്ടു വരുവാനായിട്ട് നമുക്ക് പ്രിയ മകൾ ജോഫി മോളെ കുടുംബമായിട്ട് നമുക്ക് ജോഫി സെബിൻ നമുക്ക് അവരെ 2 പേരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സ്തോത്രത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ലിൻഡയും ഓർത്ത് പ്രാർത്ഥിക്കാം. ലിൻഡ പരിശുദ്ധാത്മാവിനാൽ പല പ്രാവശ്യം സ്പർശനീയമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് വരുന്നു. ലിൻഡയുടെ സഹോദരൻ നമ്മുടെ കൂടെ ഉണ്ട്. പ്രിയ മോനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഡൊമിനിക് ബ്രദറിനെ അവരെ കുടുംബമായിട്ട് പ്രിയ മോളാണല്ലോ സ്നാനപ്പെട്ടത്. നമുക്ക് ആ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോഷിച്ചാൻ കുടുംബത്തെ മേമി ചേച്ചി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ കുടുംബമായിട്ട് സഹായിപ്പാനായിട്ട് കുടുംബമായിട്ട് അവർ കർത്താവിലേക്ക് തിരിയുവാൻ മകളുടെ ഭാവിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മകൻ കുടുംബത്തിനായി നമുക്ക് ദൈവത്തോട് സ്തോത്രത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലിനി സിസ്റ്ററെ നമുക്ക് കുടുംബമായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലിനി സിസ്റ്റർ ബൈജു ബ്രദർ കുടുംബമായിട്ട് നമുക്ക് ദൈവത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ബൈജു ബ്രദറിന് പൂർണ്ണമായൊരു വിടുതൽ നൽകുവാനായിട്ട് പ്രത്യേകിച്ച് ജോഷുവയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹിതം വിട്ടിട്ട് ദൈവാത്മാവ് ഒരു മേഖലയിലേക്ക് തിരിയാൻ അനുവദിക്കാതെ കൊണ്ട് കൃത്യമായി ദൈവഗത പ്രകാരം തന്നെ ദൈവാത്മാവ് പണിയേണ്ടതിനായിട്ടും തക്ക തുണയെ ദൈവാത്മാവ് തനിക്ക് നൽകേണ്ടവനായിട്ട് കെസിയെ കുടുംബമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് കുടുംബത്തിന് മേൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം തുറക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലുദിയയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ലുദിയ അഭിപ്രദര കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലുദിയയ്ക്ക് കർത്താവ് തക്ക സമയത്ത് ആവശ്യമായ ആത്മീക വർധനവുകളും ഭാവിയെല്ലാം ദൈവാത്മാവ് തുറന്നു കൊടുക്കുവാൻ നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആര്യമോളുടെ മാതാവ് ബിന്നി വിൽസൺ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ആ കുടുംബത്തെ വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ വിശ്വാസി വന്നിട്ടില്ല. അമ്മ കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കുവാനായിട്ട് അവരുടെ സ്ഥലത്തിൻ്റെ കച്ചവടം അടക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ സ്ഥല കച്ചവടം അടക്കാനായിട്ട് പ്രത്യേകിച്ച് ആര്യയുടെ മാതാപിതാക്കൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാനായിട്ട് പ്രാർത്ഥിക്കാം. എനിക്ക് അറിയില്ലായിരുന്നു ബിന്നി സിസ്റ്റർ മോളുടെ മാതാവാണെന്ന്. നമുക്ക് പ്രത്യേകിച്ച് തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തനുജ സിസ്റ്ററെ പിതാവിൻ്റെ സൗഖ്യത്തിനായിട്ട് തൻ്റെയും തൻ്റെ സഹോദരൻ്റെയും
വിസ പ്രയാസങ്ങൾ മാറേണ്ടവനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ലിനി എബ്രഹാം സിസ്റ്റർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് നമുക്ക് ദൈവങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തന്നെ കുടുംബമായിട്ട് അനുഗ്രഹിപ്പാൻ, തലമുറകളെ കുടുംബമായിട്ട് ക്രിസ്തുവിൽ വളർത്തുവാനൊക്കെ ആയിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. പ്രിയ നിഷ സിസ്റ്റർ, നിഷ വർഗീസ്, വലിയ പ്രയാസത്തിലൂടെ സാമ്പത്തികമായിട്ട് കടന്നു പോകുന്ന സഹോദരിയാണ്. കർത്താവ് പൂർണ്ണമായിട്ട് കർത്താവ് അവരുടെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം അനുകൂലമാക്കണമെന്നായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ വിഷയങ്ങൾ, കണ്ടമാന വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ ദൈവസനമില്ല, ഈ ഉപവാസത്തിൻ്റെ മടിയിൽ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുകയായിരുന്നു. എല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് 1 മിനിറ്റ് നേരം ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവ് ഈ വിഷയങ്ങളുടെ മേൽ എല്ലാം ദൈവത്തിൻ്റെ കരം അനുകൂലമാക്കണവനായിട്ട്, വലിയ ദൈവപ്രവൃത്തിയിൽ കർത്താവ് തുറക്കണവനായിട്ട് എല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. 1 മിനിറ്റ് വരെ പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥനാ വിഷയം നമ്മുടെ പ്രെയർ ലിസ്റ്റിനകത്തും സൂമിൻ്റെ ചാറ്റിലും ഇട്ടതെല്ലാം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ ഇടാൻ അറിയാതെയും ഇട്ടിട്ടില്ലാത്തവരുണ്ട്. നമുക്കെല്ലാവരെയും ഒരു വാക്ക് കൂടെ, അങ്ങനെ ഇടാത്തവരെയും ഇന്ന് രാവിലെ പങ്കെടുക്കുന്ന ഈ 66 കുടുംബങ്ങളിലുള്ളവരെ ഒരു വാക്ക് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ഏഞ്ചൽ മോളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. 2 സുന്നത സിസ്റ്ററുടെ, ഒരു സുന്നത സിസ്റ്ററിയാണ് നമ്മൾ പ്രാർത്ഥന ഓർത്തത്. തൻ്റെ മറ്റൊരു രണ്ടാമത്തെ സുന്നത സിസ്റ്റർ കുടുംബത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മേരി തോമസ് സിസ്റ്റർ കുടുംബമായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ലിജി എൽദോസ്, അവരെ കുടുംബമായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രാഗി ടോപ്ജി കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ജോളി പൗലോസ് കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രഭയാൻഡി, മൂത്ത മകന് വേണ്ടി, അവന്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ. പ്രിയ മകൻ്റെ വിവാഹ കാര്യങ്ങൾ ദൈവാത്മ വേഗത്തിൽ പ്രവർത്തിക്കേണ്ടവനായിട്ട് തക്ക തുണയെ കർത്താവ് നൽകേണ്ടവനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാ ജോർജ്, പ്രിയ സണ്ണിച്ചാൻ കുടുംബത്തെ നമുക്ക് ദൈവങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കാം. അവർ ഓസ്ട്രേലിയയിലാണല്ലോ. ഞങ്ങള് പ്രഭ ആൻറ്റി കുടുംബത്തെ നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലവ്ലിൻ പാസ്റ്റയും ആൻറ്റിയെ നമുക്ക് കുടുംബമായിട്ട് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ആ കുടുംബത്തിന് മേൽ, ആ ദേശത്തിന് വലിയ ദൈവപ്രവൃത്തി കർത്താവ് തുറക്കേണ്ടതിനായിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് സ്തോത്രത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഏകദേശം എല്ലാ കുടുംബങ്ങളെയും ഞാൻ ഓർപ്പിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നു. വേറെ ആരെങ്കിലും പ്രാർത്ഥന വിഷയം വിട്ടുപോയതുണ്ടെങ്കിൽ ഇപ്പോൾ 1 മിനിറ്റ് ലത ഉല്ലാസ് സിസ്റ്റർക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉല്ലാസ്വതര കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിമല സിസ്റ്ററെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഡേവിസ് ബദർ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. റോസ്ലി ജോസഫ് കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏകദേശ കുടുംബങ്ങൾ ഞാൻ ഇത് 2 മാറി മാറി ഞാൻ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഓർഡർ വിട്ടുപോകാം കേട്ടോ. വെള്ളിയമ്മ സിസ്റ്റർ കുടുംബത്തിനായിട്ട് രജനിയുടെ ഭാവിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രാജേഷ് കുടുംബമായ ദൈവത്തിലേക്ക് തിരിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ടിനി തങ്കച്ചൻ്റെ കുടുംബത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മോളി ജോസഫ് എന്തെങ്കിലും പ്രാർത്ഥന വിഷയം പറയാനാണോ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അതെ, മോളി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ദൈവകൃപയിൽ വരാൻ, രക്ഷയുടെ അനുഭവത്തിൽ വരാൻ കർത്താവ് കുടുംബമായിട്ട് അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോൺസൺ പാസ്റ്റർ, ഞാൻ ഇവിടെ വീട്ടില് ഒറ്റയ്ക്കാണ്. ഇവിടെ ദേശത്തിന്റെ കുടുംബത്തിന്റെ ഒരു വിടുതലിനായിട്ടിരിക്കുന്ന
എല്ലാ ദിവസവും 1-ാം ദിവസം തൊട്ട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് വീട്ടിലിരുന്ന് പറയാൻ പോലും പറ്റുന്നില്ല. പാസ്റ്റർ അതൊന്ന് പ്രത്യേകം ഓർത്ത് എൻ്റെ ശുശ്രൂഷയും കുടുംബത്തിന്റെ വിടുതലും. എനിക്ക് 5 മക്കളും 4 കൊച്ചുമക്കളും 3 മരുമക്കളും ഉണ്ട്. എല്ലാവരും ഭയങ്കര എതിരാ. തൊട്ടടുത്ത് കത്തോലിക്ക പള്ളി എൻ്റെ പേരിൽ കൊണ്ട് പണിതിരിക്കുക. ഒരു പ്രത്യേക സാഹചര്യം. പക്ഷെ ഞാനൊരു ഉണർവ് ഇവിടെ നടക്കും. ദൈവനോട് പറഞ്ഞ അതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടമാന വിഷയങ്ങളുടെ വേദനകളുടെ നടുവിലാണ് പല കുടുംബങ്ങളും നടക്കുന്നത്. എല്ലാവരും അതെല്ലാം പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ കുടുംബങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോൺസൺ പാസ്റ്ററുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ അവരൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ ദേശത്ത് കർത്താവിൻ്റെ ഒരു വലിയ ചലനം വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും പ്രാർത്ഥന വിഷയം ഞാൻ പറയാൻ വിട്ടുപോയതുണ്ടെങ്കിൽ 1 മിനിറ്റ് നിങ്ങളുടെ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമെങ്കിൽ പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് വിഷയം കൂടി പ്രാർത്ഥിക്കാം. വിമല സിസ്റ്റർ തന്നെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്നു. തന്നെ കർത്താവ് സ്പർശിക്കുവാനും കുടുംബമായിട്ട് കർത്താവ് തന്നെ ദൈവരാജ്യം സംബന്ധിച്ച് വളർത്തേണ്ടവനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓക്കെ, വേറെ ആരെങ്കിലും പ്രാർത്ഥന വിഷയം പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങളെ കുടുംബമായിട്ട് ദൈവരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും പറഞ്ഞോ? എൻ്റെ വിഷയം, എൻ്റെ പേര് ഷീജ. എൻ്റെ മൂത്ത മോന് അബിന്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, മെനഞ്ഞാന്ന് പറഞ്ഞായിരുന്നു. തെറ്റായ ബന്ധം അത് മാറിപ്പോവാൻ വേണ്ടിയിട്ട് അവന് ദൈവം അവനോട് സംസാരിക്കണം. അവൻ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവനാണ്, ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളവനാണ്. ആ ദൈവത്തിന്റെ വാഗ്ദപ്രകാരം അവനായി തീർക്കണം. പിന്നെ ഇളവ് 2 മക്കള്, മൂത്ത മോന്റെ പേര് അഭിനന്ദാണ്. ഇളവ് 2 പേര് അരുൺ, ആഷിഖ്. അവർക്ക് ചില അസുഖങ്ങളുടെ ഇതുണ്ട്. അപ്പൊ അത് മാറണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് 3 പേർക്കും ജോലിയും തക്കത്തുണ്ടെങ്കിലേ ദൈവം ഒരുക്കണം. പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് വീടിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെ നോക്കിയൊന്നും ശരിയായിട്ടില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ അത് ശരിയാവണം. എല്ലാവരും കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം ആയിത്തീരണം. പപ്പയും ദൈവത്തോട് കൂടുതൽ അടുക്കണം. അമ്മച്ചി സുഖമായിരിക്കണം. ഇപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സിസ്റ്ററുടെ മാതാവിനായിട്ട് പ്രാർത്ഥിക്കാം. 3 മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മൂത്ത മകൻ ഒരു തെറ്റായ ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ തലമുറകൾ പഠനത്തിനും മറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ തെറ്റായ ബന്ധങ്ങളിലേക്ക്, ഒരു സുഹൃത്ത് ബന്ധം എന്ന നിലയിലാണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ അത് പിന്നത്തേതിനകത്ത് അത് രസങ്ങളിലേക്കൊക്കെ തെറ്റിപ്പോവുകയാണ്. നമ്മുടെ മക്കൾ തെറ്റിപ്പോകാത്തവരും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം ക്രിസ്തുവിൽ വളരാനായിട്ട് പ്രിയ മകനെ കർത്താവ് തിരിച്ചു വരുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 3 മക്കൾക്കും കർത്താവ് ആവശ്യമായ ആരോഗ്യവും വിടുതലും വളർച്ചയും നൽകേണ്ടവരായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ നമുക്ക് ഒരു ഭവനം അവർ അന്വേഷിക്കുന്നില്ല. കർത്താവ് എത്രയും പെട്ടെന്ന് വഴി തുറക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും പ്രാർത്ഥന വിഷയം വേറെ പറയാത്തതുണ്ടെങ്കിൽ, ഞാൻ പാസ്റ്റർ പറഞ്ഞില്ലെന്ന് ഞാനും പിണങ്ങിയിരിക്കരുത്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പിണങ്ങരുത്. ആരെങ്കിലും പ്രാർത്ഥന വിഷയം ഞാൻ പറയാൻ വിട്ടുപോയതുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്കിപ്പോൾ പറഞ്ഞ വിഷയങ്ങളെയും കൂടി ഓർത്ത് നമുക്ക് 1 മിനിറ്റ് വരെ എല്ലാം മൈക്കോൺ മുട്ടി പ്രാർത്ഥിച്ചു. ഷാംബൽ ഘടകധന ഷഹസ്കനാദിന. അതിനകത്ത് പറയാത്ത പ്രാർത്ഥന വിഷയമുള്ളവരുണ്ട്. യൂട്യൂബിനകത്ത് ഈ പ്രാർത്ഥനയിൽ പേര് പങ്കെടുക്കുന്നവരുണ്ട്. നമ്മുടെ ബൈബിൾ കോളേജ് ഗ്രൂപ്പിലുള്ളവരുണ്ട്. ചർച്ചിനകത്തുള്ളവരുണ്ട്. ഓറബാന ഹഷസ്കനാഥൻ, അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഷാഭ രഘത്തുരാധനാഥന. നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിൽ നിരന്തരം വന്ന് പങ്കെടുക്കുന്നവരുണ്ട്. ഷഭ പ്രൗഢപന ഘടകധന, വൈശ പ്രൗഢപന ഘടകധന. നമ്മുടെ എല്ലാ തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഷാദൽ ഘടകധന, വേദ പ്രൗഷപന ഘടകധന, ലംദൽ പ്രൗഢപന ഘടകധന, ആരഗക്ഷ പ്രൗഢപന ഘടകധന, ചാബാല ധാരഥാനഗതുരി ദവ പ്രൗഷപന ഘടകധന, ലംദൽ പ്രൗഷപന ഹദുരപന ഘടകധന, വേദ പ്രൗഷപന ഘടകധന. രാജ്യങ്ങളുടെ ഉണർവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദേശങ്ങളുടെ വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതികൂലങ്ങളുടെ മടിയിൽ നിൽക്കുന്നവരെ കർത്താവ് ഉറപ്പിച്ചു നിർത്തുമെന്നൊക്കെ പ്രാർത്ഥിക്കാം. ലപന ഘടകജന, വേദ പ്രൗഢമന, പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കടുത്ത് ഉന്നതമായ ജയം നൽകുമെന്നൊക്കെ പ്രാർത്ഥിക്കാം. ഷാദന, പൂർണ്ണമായി രോഗികളെ കർത്താവ് സൗഖ്യമാക്കുമെന്നൊക്കെ പ്രാർത്ഥിക്കാം. ഓ ഷാബാന ലബാനബാന ഹത്തുൽ പ്രൗഢമന ഘടകജനം, ഷാദൽ പ്രൗഢം. ലിൻഡോ പാസ്റ്റക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അജി പാസ്റ്റക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജിബിൻ പാസ്റ്റക്കായി, റാഫ ലബാന ഹത്തുൽ ഘടകമന, ശിവകുമാർ പാസ്റ്റക്കായി, ഷാബന ഘടകജന ഘടന. വർഷിപ്പിനായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജോഷുവയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ലാ ധീനി ജനാദിലെ പ്രിയേശമന
പ്രൗഢവന ഹോറബ ശംഭ പ്രൗഢവനം കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ, കർത്താവെ, ഞങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആവശ്യങ്ങളുടെ മടുവിലായിരിക്കുന്നവരുണ്ട്, പ്രതികൂലങ്ങളുടെ മടുവിലായിരിക്കുന്നവരുണ്ട്, പ്രതിസഭയുടെ മടുവിലായിരിക്കുന്നവരുണ്ട്, ആത്മീക വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഷസ്കന കുഞ്ഞുങ്ങളുടെ വർധനവിനായി, തെറ്റായ ബന്ധങ്ങളുടെ മടുവിൽ നടക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, ലബൽ ഘടകവിന തക്ക തുണകൾക്ക് വേണ്ടി, സ്പിരിച്വൽ വളർച്ചയ്ക്ക് വേണ്ടി, ദേശത്തിന്റെ ഉണർവിന് വേണ്ടി, പട്ടണങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി, ഷാബൽ, ഞങ്ങൾ എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കായി ഈ രാവിലെ ഞങ്ങൾ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. തുറന്നു വരണമേ, തുറന്നു വരണമേ, തുറന്നു വരണമേ, തുറന്നു വരണമേ, ദൈവപ്രവൃത്തികൾ തുറക്കണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഉപവാസത്തിന്റെ 29ാമത്തെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന ഇതുവരെയും കുടുംബങ്ങളുടെ വിഷയങ്ങൾ, കർത്താവ്യ പ്രാർത്ഥന വിഷയങ്ങൾ ആവശ്യപ്പെട്ടത് സ്തോത്രത്തോടെ അങ്ങേ അറിയിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. ഞങ്ങൾ സ്തോത്രത്തോടെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും അങ്ങ് പ്രാർത്ഥനയുടെ മറുപടികളെ കർത്താവ് കൽപ്പിച്ച ദൈവമായിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾ യാചിച്ചത്, ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വരണമേ. ഈ 66 കുടുംബങ്ങളും ദൈവത്താൽ അനുഗ്രഹമാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ, പറയാത്ത വിഷയങ്ങളുണ്ട്, എല്ലാ മേഖലയിലും കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം തുറക്കണമേ. അബ്രഹാമിൻ്റെ അനുഗ്രഹമേൽ തുറക്കണമേ. ദൈവപ്രവർത്തികൾ തുറക്കണവനായി, ദൈവാത്മാവിൻ്റെ കരം വെളിപ്പെടണവനായി, എല്ലാ മേഖലകളും ഈ കുടുംബങ്ങൾ അനുഗ്രഹമാകണവനായി ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടവനായി സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപവാസത്തിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണല്ലോ കർത്താവെ. എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ ദൈവത്തിൽ നിന്ന് തുറന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം അനുകൂലമാക്കണമേ കർത്താവ്. ഇന്ന് പകൽ നടക്കുന്ന മീറ്റിങ്ങിനായിട്ട് സ്തോത്രം. അഭിഷിക്തദാസന്മാരെ ശക്തിയോടെ അങ്ങ് ഉപയോഗിക്കണം. വചനം റേമയായിട്ട് എഴുന്നേറ്റ് വരുവാൻ, ആ റേമ സംസാരിക്കുമ്പോൾ അത് ദൈവപ്രവർത്തികളായി ഓരോ വ്യക്തികളുടെ മേൽ പതിയപ്പെടുവാനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്തൃകരം അനുകൂലമാക്കണം. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം, കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാവശ്യങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.